കാരണവന്മാർ മറ്റു ബന്ധപ്പെട്ടവർ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഒറ്റ വാക്ക് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി. നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരവുള്ളവർ, ബഹുമാനമുള്ളവർ, സ്വീകാര്യതയുള്ളവർ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളാണ്. എന്നെ കൊണ്ട് എൻ്റെ സഹോദരന്, എൻ്റെ അയൽവാസിക്ക്, നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, കുടുംബക്കാർക്ക് ഇനി ഒന്നുമില്ലങ്ങ് പോട്ട് മുസ്ലിമല്ല ഒരു അമുസ്ലിമായ സഹോദരനാണെങ്കിൽ പോലും ഒരു മനുഷ്യനിക്ക് ഉപകാരം ചെയ്യുന്ന ഒരാളാണോ ഞാൻ? മറ്റൊരു മനുഷ്യനിക്ക് എന്നെ കൊണ്ടെന്തെങ്കിലും ഉപകാരം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരവുള്ളവരാകുന്നു, സ്വീകാര്യതയുള്ളവരാകുന്നു. ഞാൻ പറഞ്ഞതിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ ഹദീസിന്റെ ആശയം നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് എന്ത് എന്നെ കൊണ്ട് ഉപകാരം ചെയ്യാൻ വേണ്ടി പറ്റും, മറ്റുള്ളവർക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ, സഹായങ്ങളും സഹകരണങ്ങളും ഉപകാരങ്ങളും ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ എങ്കിൽ അത് നമ്മുടെ ഭാഗ്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് മേഖലകൾ എടുത്തു നോക്കിയാലും ഒരു അയൽവാസി മറ്റൊരു അയൽവാസിയോട്, ഒരു വീട്ടുകാരൻ തന്റെ അടുത്ത വീട്ടുകാരനോട് എത്രത്തോളം ഉപ്പ് കടം കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഉപ്പ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു കടുക് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു മുളക് പൊടി കൊടുത്തിട്ട്, അതല്ലെങ്കിൽ ഒരു 5 രൂപ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു 100 രൂപ, ഒരു 500 രൂപ, അല്ലെങ്കിൽ ഒരു മറ്റൊരു അയൽവാസിയല്ല, ഒരു കൂട്ടുകാരനാണ്, ഒരു അമുസ്ലിമായ ആളാണ്, ആരായാലും അവർക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് മാനുഷികപരമായ നമ്മുടെ ഈ ദൗത്യം പരസ്പരം കരുണ ചെയ്യുക, പരസ്പരം സ്നേഹിക്കുക, പരസ്പരം സ്നേഹത്തോട് പെരുമാറുക, പരസ്പരം സന്തോഷത്തോട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അതിനുവേണ്ടി നാം എത്ര ത്യാഗങ്ങളും സഹിക്കുക, എത്ര വേണമെങ്കിലും നാം മറക്കുക, എത്ര വേണമെങ്കിലും നാം പൊറുക്കുക, എത്ര വേണമെങ്കിലും നാം താഴ്ന്നു കൊടുക്കുക. മറ്റൊരാൾ ജയിച്ചെങ്കിലോ എന്ന് നാം ചിന്തിക്കാൻ വേണ്ടി പാടില്ല. ഞാൻ പരാജയപ്പെട്ടാലും, ഞാൻ താഴ്ന്നാലും, ഞാൻ രണ്ടാമനായാലും മറ്റൊരാൾക്ക് എന്നെ കൊണ്ട് ഉപകാരം കിട്ടുന്നുണ്ടോ, അയാൾ ഒരു സമാധാനത്തോടുകൂടി ജീവിക്കുന്നവനായി മാറുന്നുണ്ടോ എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടാനുള്ള പ്രതിഫലം അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അതുപോലെ പെടുത്തുന്ന ഈ വയലും കാര്യങ്ങളൊക്കെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ആർക്കും ഒരു നിലക്കും ഒരു ഉപദ്രവവും ചെയ്യുന്ന, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാക്കുകൾ നാം പ്രയോഗിക്കാൻ വേണ്ടി പാടില്ല, പ്രവർത്തനങ്ങൾ നാം ചെയ്യാൻ വേണ്ടി പാടില്ല. ഏറ്റവും നമ്മുടെ ഈ പുതിയ ലോകത്ത് നാം പറയുകയാണെങ്കിൽ, നമ്മുടെ ചുറ്റുപാടനുസരിച്ച് പറയുകയാണെങ്കിൽ, സോഷ്യൽ മീഡിയയിലൂടെ, വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും ഏത് രീതിയിലുള്ള മെസ്സേജുകൾ അയച്ചിട്ടായാലും എന്ത് രീതിയിലായാലും മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവർത്തനം നാം ചെയ്യാൻ വേണ്ടി പാടില്ല. അത് വലിയ അപകടകമാണ്, അത് നമുക്ക് വലിയ കേടാണ്. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തെരുമാറാകട്ടെ. അവന്റെ നല്ല അടിമകളെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തി തെരുമാറാകട്ടെ. അങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരമുള്ളവരായി ജീവിച്ച്, അങ്ങനെ 4 ആളുകളെ കൊണ്ട് നമ്മൾ മരിച്ചു കിടക്കുമ്പോ നല്ലത് പറയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഈ അടുത്ത് ഞാൻ നിർത്തുകയാണ്. ഒരാഴ്ച മുമ്പ് മരിച്ചപ്പെട്ടു പോയ കേരളക്കട്ടയിലുള്ള, കർണാടകത്തിലല്ല, കേരളത്തിലല്ല, ഏതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുണ്ട്, മഹല്ലുകളുണ്ട്, പള്ളികളുണ്ട്, അതുപോലെ തന്നെ ദീനിന്റെ കാര്യക്രമങ്ങളുണ്ട്, അതിലൊക്കെയും ഭഗവക്കായി സഹായം ചെയ്തു കൊടുത്ത ബഹുമാനപ്പെട്ട ഉന്നിഹാജി, അല്ലാഹു തആല അവിടത്തേക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ, ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. ആ മനുഷ്യനെ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത ഈ കൂട്ടത്തിൽപ്പെട്ട, ഈ നാട്ടിലുള്ള, ഈ പരിസരങ്ങളിലുള്ള എത്ര ആളുകൾ അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞു? ഒരുപാട് ആളുകൾ അറിഞ്ഞു, വിശ്വാസികൾ അറിഞ്ഞു, അവിശ്വാസികൾ അറിഞ്ഞു, ആണുങ്ങൾ അറിഞ്ഞു, പെണ്ണുങ്ങൾ അറിഞ്ഞു. അദ്ദേഹത്തെ ഇന്ന് വരെ നേരിൽ കാണാത്തവർ വരെ അറിഞ്ഞു. കാരണം എന്താണ്? അദ്ദേഹം അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്ത വ്യക്തിത്വമാണ്, ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു അദ്ദേഹത്തിന്റെ മരണസമയത്ത് വലിയൊരു ആദരവ് കൊടുത്തു, വലിയൊരു സ്വീകാര്യത കൊടുത്തു. ആയിരങ്ങൾ അദ്ദേഹത്തിന്റെ ജനാസ കാണാൻ വേണ്ടി വന്നു, ആയിരങ്ങൾ അദ്ദേഹത്തിന്റെ ജനാസ നിസ്കരിച്ചു, അദ്ദേഹത്തിന്റെ ദഫനിൽ പങ്കെടുത്തു. 2ാം വട്ടം കൊണ്ടുപോയി ദഫൻ മംഗലാപുരത്തെ പള്ളിയിൽ എത്തിച്ചപ്പോഴേക്ക് ഞാൻ തന്നെ കണ്ട അത്ഭുതം
അത്ഭുതപ്പെട്ടു പോയി. ആ പള്ളി നിറഞ്ഞു കവിയുന്ന നിലക്ക് വൈകുന്നേര സമയത്ത് പോലും അദ്ദേഹത്തിന്റെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുകയാണ്. കാരണം എന്തേ? ഞാനിത് പറഞ്ഞു വന്നത്, അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മഹാന്മാരായ ആലിമീങ്ങളെയും സാദാത്തുക്കളെയും മഹബത്ത് വെച്ച് അവര് കാണിച്ചു കൊടുത്ത വഴിയിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി ജീവിച്ചപ്പോ, പ്രവർത്തിച്ചപ്പോ, തന്റെ സമ്പത്ത് അതിന് വേണ്ടി ചെലവഴിച്ചു കൊടുത്തപ്പോ അല്ലാഹു അദ്ദേഹത്തിന് കൊടുത്ത വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിന്റെ ആഖിറം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ പ്രവർത്തിക്കാൻ നമുക്കും നമ്മുടെ നാടുകളിലുള്ള നേതാക്കൾ, ഉമറാക്കൾ, അതുപോലെ തന്നെ സമുദായ നേതൃത്വം കൊടുക്കുന്നവർ, മഹല്ലത്തിന്റെ നേതൃത്വം കൊടുക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ അല്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. يا الله يا الله يا حي يا قيوم برحمتك نستغيث. يا حي يا قيوم برحمتك نستغيث. يا حي يا قيوم برحمتك نستغيث. يا الله ഞങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങൾ മരിച്ചുപോയവർക്കും നീ പൊറുക്കണേ അല്ലാഹ്. ഈ ഉറൂസ് പരിപാടിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായും ശാരീരികമായും കർമ്മപരമായും സഹായിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്. എല്ലാവർക്കും അർഹമായ കൂലി നീ നൽകണേ അല്ലാഹ്. യാ റഹ്മാനു യാ അല്ലാഹ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ്. അല്ലാഹ്, വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഈ പരിസരങ്ങളിലൊക്കെയുണ്ട് റഹ്മാനെ. ചൂട് കഠിനമായി പ്രയാസപ്പെടുകയാണ് അല്ലാഹ്. മഴ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നല്ല മഴ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ബിബറകതി ബിസ്മില്ലാഹ് അല്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവേ, നിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതകാലത്തും വഫാത്തിന് ശേഷം അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യന്റെ സ്വപ്നത്തിലൂടെ വീണ്ടും തഖരീർ നൽകിയ ആ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട്, സ്ഥിരപ്പെടുത്തി കൊടുത്ത ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരങ്ങളിൽ വല്ല രോഗാണുക്കളുമുണ്ടെങ്കിൽ, എന്തെങ്കിലും രോഗത്തിന്റെ അണുക്കളുണ്ടെങ്കിൽ നീ നശിപ്പിച്ചു കളയണേ അല്ലാഹ്. നീ നശിപ്പിച്ചു കളയണേ അല്ലാഹ്. പരിപൂർണ ആരോഗ്യത്തോടുകൂടെ ദീർഘായുസ് നിന്റെ ത്വാഴത്തിൽ പൊരുത്തത്തിൽ നൽകണേ അല്ലാഹ്. എല്ലാ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ മാതാപിതാക്കള്, ഭാര്യമക്കള്, കുടുംബങ്ങള്, സ്നേഹജനങ്ങൾ, ഇവിടെ വന്നവര്, കൂടുന്നവർ, ഇതുമായി ബന്ധപ്പെടുന്നവർക്ക് നീ കാവലും ശിഫയും നൽകണേ അല്ലാഹ്. ഖൈർ നൽകണേ അല്ലാഹ്. ജോലികളിൽ, കച്ചവടങ്ങളിൽ, കൃഷികളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. എല്ലാ വിഷയത്തിലും നീ ഇസ്സത്തും റാഹത്തും ഐശ്വര്യവും നൽകണേ അല്ലാഹ്. സിഹ്റും ഐനും സർവ്വ ശർറ ഫിത്നകളിൽ നിന്ന് കാത്ത് സലാമത്തിലാക്കണേ അല്ലാഹ്. യാ റഹ്മാനു യാ റഹീമു യാ അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ അല്ലാഹുവേ, നീ അവർക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കണം റഹ്മാനേ. അവരെ പേരിൽ ഇവിടെ സ്വതക്ക നൽകിയവരുണ്ട്. ഞങ്ങളെ തലക്ക് താജുൽ ഉലമാ ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി മറ്റ് പല നാടുകളിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾക്ക് സഹായിച്ചവരും സഹകരിക്കുന്നവരും കൊടുക്കുന്നവരും ഉണ്ട്. റബ്ബേ, അവരെയും ഞങ്ങളെയും നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരിൽ ഒന്ന് പെടുത്തി തരണേ റഹ്മാൻ. ഞങ്ങളെല്ലാം നിന്റെ സാധുക്കളായ അടിമകളാണ്. നിനക്ക് ഞങ്ങളെ സംബന്ധിച്ച് നന്നായി അറിയുന്നവനാണല്ലോ അല്ലാഹ്. കബൂലാക്കണേ റഹ്മാനേ. പോരായ്മ പരിഹരിക്കണം അല്ലാഹ്. അവസാനം ഈമാൻ നന്നായി, ആഖിബത്ത് നന്നായി, ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കുന്നവരിൽ പെടുത്തണം റഹ്മാനേ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. പല രോഗങ്ങളെ കൊണ്ട് വലിയ വിഷമങ്ങളിലുള്ള ചെറുപ്പക്കാരുണ്ട്, പലരുണ്ട്. നീ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, കോമാവസ്ഥയിലുള്ളവരുണ്ട്. നീ റാഹത്തും സലാമത്തും നൽകണേ അല്ലാഹ്.
ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര്, ഇവിടുത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്, നേർച്ചകൾ നൽകിയവരുണ്ട്. അവരെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. മദീനയിലുള്ള ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്ത് കൊണ്ട് നല്ല മഴ നൽകണം റഹ്മാനേ. വെള്ളമില്ലാത്തവർക്ക് വെള്ളത്തിനുള്ള വഴി നൽകണം അല്ലാഹ്. വെള്ളം തരണം റഹ്മാനേ. കിണറുകൾ വറ്റിപ്പോയിട്ടുണ്ട്, പുഴകളും തോടുകളൊക്കെ ഇവിടെ വറ്റിപ്പോയിട്ടുണ്ട്. കൃഷികൾക്ക് വരെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. നല്ല വെള്ളവും മഴയും തരണം റഹ്മാനേ. അല്ലാഹ്, അടുത്തു വരുന്ന ഇലക്ഷനിൽ റഹ്മാനേ വേണ്ട പോലെ നടന്ന് നമ്മുടെ രാജ്യത്തിനും മുഅ്മിനീങ്ങൾക്കും രാജ്യത്തിന്റെ സമാധാനത്തിനും കാവലാകുന്നവരെ നീ ഏൽപ്പിക്കണം റഹ്മാനേ. അവരെ കൈകളിൽ എത്തിക്കണം റഹ്മാനേ. അല്ലാഹുവേ, നീ സലാമത്തിലാക്കണം അല്ലാഹ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ ദോഷവും ഞങ്ങൾക്ക് എല്ലാവർക്കും മരിച്ചവർക്കൊക്കെ പൊറുക്കണേ അല്ലാഹ്. റബ്ബേ, നേരത്തെ പറഞ്ഞു ഇൻയാജി ഞങ്ങളെയും ദീനിനൊക്കെ വലിയ സഹായിച്ച നല്ലൊരു മനുഷ്യനാണ് ഞങ്ങൾ അറിവിൽ. അങ്ങനെ തന്നെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെ ഇതിന് മുൻകാലങ്ങളിൽ നേതൃത്വം കൊടുത്ത കാരണവന്മാരും ഖബറിലാണ്. പള്ളിന്റെ പുറത്ത് മറവിട്ട് കിടക്കുകയാണ്. സ്വർഗം നൽകണം അല്ലാഹ്, വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ഇപ്പൊ പ്രവർത്തിക്കുന്ന പലരുടെയും ബാപ്പമാരും ഉമ്മമാരും ഖബറിലാണ്. അവര് ചെയ്യുന്നതിന്റെ മിഥില സവാബ് അവർക്ക് നൽകണേ അല്ലാഹ്. സ്വർഗം നൽകണം റഹ്മാനേ. സഹോദരിമാരെ കൂട്ടത്തിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. റബ്ബേ, നീ എല്ലാം ഖൈറിലും റാഹത്തിലും ആക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളും ശിഷ്യന്മാരും വേണ്ടപ്പെട്ടവരും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമൊക്കെ പല എക്സാമുകൾ എഴുതിയവരാണ്. നല്ല വിജയം നൽകണം റഹ്മാനെ. ഖൈറിലാക്കണം റഹ്മാനെ. സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. ദുആ വസിയത്തോട് കൂടെ ഉള്ളവർ വേഗം വരിക ഉള്ള സംഭാവന തന്നിട്ട് വേഗം അതിന്റെ കൂടെ എനിക്ക് പോകണം. വേഗം വരും, സമയം കണ്ടു. എല്ലാവരും ബഹുമാനപ്പെട്ട തങ്ങളെ കൈമസാബിനെ അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേഗം പറഞ്ഞാൽ താങ്കൾക്ക് ട്രെയിനിൽ പോകാനുള്ളതാണ്. ഉസ്താദിനൊന്നിച്ച് തന്നെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കുക, നാളെയും കൃത്യം 9 മണിക്ക് തന്നെ മതപ്രസംഗം ആരംഭിക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട ലുക്മാൻ ഹക്കീം സഖാഫി ഫുല്ലാൽ ഉസ്താദ് ഒക്കെ അറിയാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് കൃത്യം 9 മണിക്ക് തന്നെ മതപ്രസംഗം ആരംഭിക്കുന്നതായിരിക്കും. എല്ലാവരും കാലകൂടി തന്നെ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 اللهم صل على محمد يا رب صل عليه وسلم.